ഞാൻ പറഞ്ഞില്ലേ, ഒരിക്കലും ഒരു തൊഴിൽ മേഖലകളും സാധാരണക്കാരന് വേണ്ടി നിൽക്കുന്നതല്ല, അപ്പർ ക്ലാസ് ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. എനിക്കൊരു 3-4 സിനിമയുടെ പൈസ കിട്ടാണ്ട് ഇന്ന് വരെ എനിക്ക് മേടിച്ചു തന്നിട്ടില്ല ഫെഫ്ക. ചുമ്മാ ഒരു രസം ഫെഫ്കയിൽ മെമ്പർഷിപ്പ് ഉണ്ടെന്ന് പറയാം, അല്ല അതുകൊണ്ട് വല്ല ഗുണമുണ്ട്? ഒരു രസം. ഇവിടെ ഇപ്പം നമ്മൾ കാണുന്ന 90% സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫറും ഉടായ്പന്മാരാണ്. ഇപ്പം നമ്മൾ വെഡ്ഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞു, വെഡ്ഡിങ് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ കാര്യം പറഞ്ഞു. പക്ഷേ ചേട്ടൻ കുറേ ഫിലിമിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അവിടെ നമുക്ക് ഫെഫ്ക പോലെ വലിയ സംഘടനകൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ വക പ്രശ്നങ്ങൾ അങ്ങനെ അവിടെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവില്ല അല്ലേ? എന്നാര് പറഞ്ഞ് അവിടെ പ്രശ്നമില്ലെന്ന്? അവിടെ പ്രശ്നങ്ങളേ ഉള്ളൂ. ഞാൻ മാത്രമല്ല, ഈ ഫെഫ്കയിൽ നമ്മൾ മെമ്പർഷിപ്പുണ്ട്, അതൊക്കെ ഓക്കെ, അതൊക്കെ ഒരു സൈഡ്. ഞാൻ പറഞ്ഞില്ലേ, ഒരിക്കലും ഒരു തൊഴിൽ മേഖലകളും സാധാരണക്കാരന് വേണ്ടി നിൽക്കുന്നതല്ല. എല്ലാ തൊഴിൽ മേഖലകളും ഒരു അപ്പർ ക്ലാസ് ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. കാരണം എനിക്കൊരു 3-4 സിനിമയുടെ പൈസ കിട്ടാണ്ട് ഇന്ന് വരെ എനിക്ക് മേടിച്ചു തന്നിട്ടില്ല ഫെഫ്ക. അതെ, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ആസിഫ് അലിയുടെ ഒരു പടം ഞാൻ ചെയ്തായിരുന്നു. എന്താണ് പടത്തിൻ്റെ പേര്? രഞ്ജിത്ത് സിനിമ. ആ പടത്തിന് 1 രൂപ പോലും എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഫെഫ്കയിൽ. എന്ത് ചെയ്യാൻ പോകണം? ഒന്നും ചെയ്യൂല. കൈബലുള്ളവൻ കാര്യക്കാരെ. എനിക്കിപ്പോൾ അവരെന്ന് പിടിച്ചു വാങ്ങിക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ പിടിച്ചു വാങ്ങിക്കാം, അല്ലാതെ വേറെ ഈ സംഘടനകൾക്കൊന്നും നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്തു തരില്ല. ഒരു സംഘടനകളും നമുക്കൊന്നും ഒരു ഉപയോഗമില്ല. പിന്നെ ചുമ്മാ കുറച്ച് പൈസ കൊടുക്കാം, വർഷത്തിലൊരിക്കൽ പോയിട്ട് അവിടെ നിന്ന് ഒരു ചോറും ബിരിയാണിയും കഴിച്ചിട്ട് ഇങ്ങനെ വരാമെന്നുള്ളതല്ലാതെ ഒരു ഉപയോഗമില്ല ഈ സംഘടന കൊണ്ട്. അല്ല, അപ്പോൾ അത് ചേട്ടൻ്റെ ഒരു ഒറ്റപ്പെട്ട സംഭവം എന്നുള്ള രീതിയിൽ എൻ്റെ ഒറ്റപ്പെട്ട ഞാൻ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അടുത്തമാരുന്ന് കരയായിരിക്കും ഇപ്പം. നമ്മൾ മറ്റേ ദിലീപേട്ടനെ മറ്റേ സിനിമയിൽ കാണുന്ന പോലെ ബാത്റൂമിൽ വെള്ളം ഒഴിച്ചിട്ട് കരയായിരിക്കും ഇപ്പം ഫെഫ്കയിൽ മെമ്പർഷിപ്പ് എടുത്തതിൻ്റെ പേരിൽ. എന്ന് വെച്ചാൽ പൈസ ഒന്നും കിട്ടില്ല. 1 ലക്ഷം രൂപയൊക്കെ ഈ ഭാര്യയുടെ താലി വരെ കൊണ്ട് അമ്മയുടെ താലിയൊക്കെ കൊണ്ട് പണയം വെച്ചിട്ടൊക്കെയായിരുന്നു പലരും മെമ്പർഷിപ്പ് എടുക്കുന്നത്. 1 ലക്ഷം രൂപയാണ് മെമ്പർഷിപ്പ്. ഞങ്ങളുടെ യൂണിയനിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് ഒരു പടം ചെയ്യുന്നതിന് ആ പടത്തിന് പൈസ കിട്ടാതെ ആൾക്കാരുണ്ട്. അതായത് അത്ര നഷ്ടമാണ്. അല്ല, അപ്പോൾ ആ മെമ്പർഷിപ്പ് കൊണ്ട് എന്താ ഗുണം? ചുമ്മാ ഒരു രസം ഫെഫ്കയിൽ മെമ്പർഷിപ്പ് ഉണ്ടെന്ന് പറയാം. നമ്മളിപ്പോൾ ലയൺസ് ക്ലബ്ബിലോ അല്ലെങ്കിൽ മറ്റേ അങ്ങനെയൊക്കെ മറ്റേ റോട്ടറി ക്ലബ്ബിലൊക്കെ മെമ്പർഷിപ്പ് ഉണ്ടെന്ന് എന്തിനാണ്? ഒരു രസം, അല്ല അതുകൊണ്ട് വല്ല ഗുണമുണ്ടോ? അതുപോലെ തന്നെ ഇത് ഒരു രസം, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതുകൊണ്ടൊന്നും സാധാരണക്കാരന് ഇതുകൊണ്ടൊന്നും ഒരു ഉപയോഗമില്ല. അല്ല, ഇപ്പോൾ ഈ മെമ്പർഷിപ്പ് ഉള്ള ആൾക്കാരുടെ അവസ്ഥ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ മെമ്പർഷിപ്പ് ഇല്ലാത്ത ടെക്നിക്കൽ സൈഡിൽ വർക്ക് ചെയ്യുന്ന വേറെ ആൾക്കാരുണ്ട്, തേഞ്ഞൊട്ടും അവർ. അതുകൊണ്ടാണല്ലോ ഏതെങ്കിലും സിനിമയിലെ ടെക്നീഷ്യന്മാർ സാമ്പത്തികമായിട്ട് രക്ഷപ്പെട്ടത് അറിയാമോ? ഇല്ല. ഇപ്പോഴും വാടക വീട്ടിലല്ലേ പലരും താമസിക്കുന്നത്. എന്തുകൊണ്ടാണ്? വർക്ക് ചെയ്താൽ പൈസ കിട്ടൂല. സത്യം. അപ്പോൾ എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്ക് ഞാൻ ഇപ്പോൾ ഈ പറയുമ്പോഴായിരിക്കും അവരറിയണത്. ഞാൻ കല്യാണം ചെയ്താണ് പൈസ ഉണ്ടാക്കുന്നത്. ഞാൻ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി ചെയ്ത് മാത്രമാണ് ഇത്രയും വർഷമായിട്ട് പൈസ ഉണ്ടാക്കിക്കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വെഡ്ഡിങ് ഫീൽഡിൽ പുതിയ പരിപാടികൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. കാരണം വെഡ്ഡിങ്ങിലാണെന്നാണ് ഞാൻ 10 പൈസ ഉണ്ടാക്കിയത്. സിനിമയൊക്കെ ചുമ്മാ ഒരു പേരിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്നതേ ഉള്ളൂ, അല്ലാതെ സിനിമ കൊണ്ട് ഒരു ഉപയോഗമില്ല. അല്ല, അപ്പോൾ ആൾക്കാർ ഇപ്പോൾ ഇതിലേക്ക് സിനിമയുടെ ആ ഒരു ഗ്ലോറിയസ് ആയിട്ടുള്ള ഒരു ഇതിൻ്റെ ഈ ഫാൻറ്റസിയാണ് രസം, അല്ലാതെ ഇതിനപ്പുറം വേറെ ഒന്നുമില്ല. ഇവിടെ കല്യാണം ചെയ്തപ്പോൾ ഓരോ പയ്യന്മാർ പൈസ ഉണ്ടാക്കുന്ന പൈസയുടെ 3-1 നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. സിനിമയിൽ വന്നിട്ട് പൈസ ഒന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഒരു പടം ചെയ്ത് കഴിഞ്ഞാൽ 1.5 ലക്ഷം രൂപ കിട്ടുമായിരിക്കും. ഈ 1.5 ലക്ഷം രൂപ കിട്ടണമെന്നുണ്ടെങ്കിൽ 150 പ്രാവശ്യം അവൻ്റെ കാല് പിടിക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സിനിമയിൽ തേഞ്ഞൊട്ടാണ് സത്യം. ഒരു ഉപയോഗമില്ല. നടന്മാരും നടിമാരും അവർക്കൊക്കെ കിട്ടുന്നുണ്ടാവും, അതല്ലാണ്ട് അവർക്കും കിട്ടണമെന്നില്ലെന്നേ. നമ്മൾക്ക് പൈസ കിട്ടില്ലെന്ന് പറഞ്ഞപ്പം അവർ പറഞ്ഞ വെച്ചാൽ അവർക്ക് പൈസ കിട്ടില്ല. അവരെവിടെ പോയി പരാതി പറയുന്ന അവരാലോചിച്ച് വായിക്കണേ. ഇതിങ്ങനെ തന്നെ ഈ മറ്റേ ഉരളിയൊന്ന് മദ്രത്തിൻ്റെ അടുത്ത് പറയുമ്പോൾ അവസ്ഥയാണ് നമ്മൾ ഈ സിനിമയിലേക്ക് വർക്കണ കാര്യം. സത്യം. മേക്കപ്പ് സൈഡ്, ടെക്നിക്കൽ സൈഡ്, അപ്പോൾ ഇവരെല്ലാവരും അല്ല അങ്ങനല്ല. എല്ലാവരും ഈ സ്ത്രീകളുടെ വിഷയം മാത്രമേ പറയുള്ളൂ. അതൊന്നും അല്ല സിനിമയിൽ പറയേണ്ട കാര്യം. ഇവിടെ ആണുങ്ങൾ അഭിനയിക്കുന്ന പ്രശ്നം ഇതൊന്നും അല്ല. അതിൻ്റെയൊക്കെ മേളിൽ ഒരുപാട് വലിയ പ്രശ്നങ്ങളുണ്ട്. എനിക്ക് ഒരു പടം ചെയ്ത സമയത്ത് ഒരു 15 വർഷം മുമ്പ് മിഴി എന്ന് പറഞ്ഞിട്ടൊരു പടം ചെയ്തിട്ടുണ്ടായിരുന്നു. തേജസ് എന്നാണ് ആ ഡയറക്ടറിൻ്റെ പേര്. ആ പടം ചെയ്തപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർമാർ 2 പേരാണ്. 5ൻ്റെ പൈസ തന്നിട്ടില്ല. പൈസ തരാതെ എൻ്റെ നിന്ന് ക്യാമറ വരെ പിടിച്ചു വെച്ചിട്ടാണ് പേമാർ. ഞാൻ കാർഡ് കോപ്പി ചെയ്ത് കൊടുക്കാത്തതുകൊണ്ട്. അന്നൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു 350D എന്ന് പറഞ്ഞിട്ടൊരു ക്യാമറയുടെ ക്യാനൻ്റെ അത് തുടക്കം ഡിജിറ്റൽ ക്യാമറ ഒക്കെ വന്ന സമയത്ത് ആ പടമൊക്കെ അവർ ക്യാമറ ഉൾപ്പെടെ പിടിച്ചു വെച്ചിട്ടുണ്ട് പോയി. നമുക്കൊന്നും ഒരു സംഘടന അന്ന് നമ്മളവിടെ നിന്നില്ല. വാങ്ങിച്ചുകൊണ്ടെങ്കിൽ നിൻ്റെ അവസ്ഥ, നിൻ്റെ വിധി. പിന്നെ ക്യാമറ തിരിച്ചെന്ന് ആ ഡയറക്ടർ തേജസ് എന്ന് പറഞ്ഞ അയാൾ നല്ല മനുഷ്യനാണ്. അയാൾ അവന്മാരെ കാല് കഴിഞ്ഞ് പിടിച്ചിട്ടാണ് അവന്മാരെനിക്ക് ആ ക്യാമറ തിരിച്ചെന്നത്. എന്നിട്ട് മെമ്മറി കാർഡ് കൂരിയെടുത്ത്. അന്ന് ആ മെമ്മറി കാർഡിന് 80,000 രൂപ വിലയുണ്ട്. മെമ്മറി കാർഡ് കൂരിയെടുത്തു. ഇതൊന്നും സാധാരണ ആൾക്കാർ ഇതൊന്നും അറിയുന്നില്ല. കാരണം സിനിമയിൽ വർക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ ലക്ഷങ്ങൾ ഈ ആൾക്കാരൊക്കെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എന്തൊരു ഭയങ്കര സംഭവമാണ്. ഒന്നുമല്ലെന്നേ.
സത്യം പറഞ്ഞാൽ അതിനേക്കാളും സിനിമയിൽ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞേക്കാളും കല്യാണ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ കുറച്ചൊരു അഭിമാനം. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ സിനിമയിൽ വന്നുകൊണ്ടായിരിക്കും 10 പേര് നമ്മൾ അറിയണത്. ഇങ്ങനെ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, നമ്മളങ്ങനെ 10 പേര് അറിയുന്നെന്ന് പറഞ്ഞിട്ട് നമുക്കുള്ള കാര്യമുണ്ടാകും. ഇപ്പോൾ നമ്മൾ വരുന്ന ഒരു വീഡിയോയ്ക്ക് ഇപ്പോൾ 1000 ലൈക്ക് കിട്ടിയെന്നോട്ട് വല്ല കാര്യമുണ്ടോ? നമുക്ക് കഞ്ഞി കുടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തൊട്ടപ്പുറത്തുള്ള കടയിൽ പോയിട്ട് പൈസ കൊടുക്കണം. അതിന് നമുക്ക് തൊഴിൽ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ സിനിമയിലൊക്കെ പിന്നെ നമ്മൾ സിനിമയിലൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ലെന്നല്ല, മീൻസ് നല്ല പടങ്ങളുണ്ട് കേട്ടോ, അത് നമ്മളത് പറയണം. അതായത് 50% പൈസ കിട്ടുന്ന പടങ്ങൾ നല്ല പടങ്ങളുണ്ട്, 50% ഉടായ്പ പടങ്ങളുണ്ട്. രണ്ടിലും നമ്മളിന്ന് പെടും. നല്ല പടങ്ങളുണ്ട്. ഇപ്പോൾ പ്രിയൻ സാറിൻ്റെയൊക്കെ പോലുള്ള പടങ്ങൾ വെച്ച് കഴിഞ്ഞാൽ സാർക്ക് വിളിച്ച് ചോദിക്കും പേയ്മെൻറ്റ് കിട്ടിയോ, അങ്ങനെ ചോദിക്കുന്ന ഡയറക്ടർമാരുണ്ട്, ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ അങ്ങനത്തെ വലിയ STK പോലുള്ള വലിയ പ്രൊഡക്ഷൻ കമ്പനികളുണ്ട്, സന്തോഷ് ടിക്കുള്ള എന്നൊക്കെ പറഞ്ഞിട്ട്, മറ്റേ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനൊക്കെ ചെയ്ത പുള്ളികൾ. അവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പടം തീരണേൻ്റെ അന്ന് ഫുൾ TDS ഉൾപ്പെടെ ഉള്ള പൈസ നമുക്ക് സെറ്റാണ്, നമ്മുടെ അക്കൗണ്ടിൽ പൈസ കയറിയിരിക്കും, എന്നിട്ട് മാത്രമേ നമ്മുടെ ഹാർഡ് ഡിസ്ക് അവർ മേടിക്കുകയുള്ളൂ. അങ്ങനത്തെ കമ്പനികളും ഉണ്ട്. പക്ഷേ നേരെ ഉടായ്പന്മാരും ഉണ്ട്. അതായത് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഈ ആസിഫലിയുടെ പടം ഇപ്പോൾ ഈ വർഷം ഇറങ്ങിയ പടം അത്, എന്നത്തെ മറ്റേ രഞ്ജിത്ത് സിനിമ, അതിന് പൈസ കിട്ടിയില്ല. എനിക്ക് മാത്രമല്ല കേട്ടാ, ഞാൻ മാത്രമേ ഇങ്ങനെ പറയണുള്ളൂ, ബാക്കിയുള്ളവന്മാരൊന്നും പറയില്ല, പേടിയാണ്. കാരണം എന്താ പറയുമ്പോൾ അടുത്തിന് പടം കിട്ടൂലെങ്കിലോ. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കിനിപ്പോൾ സിനിമ വേണമെന്നോ അല്ലെങ്കിൽ അതൊന്നും വലിയ താല്പര്യം എനിക്ക് വളരെ കുറവാണ്. ഇപ്പോൾ സിനിമയേക്കാൾ കൂടുതൽ എനിക്ക് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി, പിന്നെ അല്ലാതെ വേറെ കുറച്ച് പരിപാടികൾ പ്ലാനിങ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെയാണ് ഇനി അങ്ങോട്ട് നമ്മുടെ ലൈഫ്. കാരണം ഇത്രയൊക്കെ തന്നെ കിട്ടിയതും ഒക്കെ വലിയ കാരണം നമുക്ക് ഒരുപാട് സിനിമയിൽ നിന്നൊക്കെ വളരെ മോശമായ അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ മോശം അനുഭവം എന്ന് വെച്ചാൽ ഇങ്ങനെ സാമ്പത്തികം കിട്ടാതെയൊക്കെ ഈ പറഞ്ഞ പോലെ ക്യാമറയൊക്കെ പിടിച്ച് വെച്ചുകൊണ്ട് പോവുക, ഒരുപാട് പ്രശ്നം. നമ്മൾ വിചാരിക്കുമ്പോൾ എന്നല്ല എല്ലാവരും വന്നിട്ട് ഈ സ്ത്രീകളെ വിഷയങ്ങൾ മാത്രമാണ് പറയണത്. അതൊന്നും അല്ല, സിനിമയിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എത്രയോ പേർക്ക് പൈസ കിട്ടാതെ പോയിട്ടുണ്ട്. വണ്ടിക്കൂലി പോലും കൊടുക്കാത്ത ടെക്നീഷ്യൻ, വണ്ടിക്കൂലി പോലും കിട്ടാത്ത ടെക്നീഷ്യന്മാരെ എനിക്കറിയാം. എത്ര ടെക്നീഷ്യന്മാർക്ക് ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട്. ഞാൻ കല്യാണവർക്കിന് പോയിട്ട് അവിടെ കൊണ്ടുവന്ന് അമ്മ ഇടാ ഒരു 1000 രൂപ ഇതാടാ വീട്ടിൽ പോകാനാണെന്ന് പറയും. ചോദിക്കുമ്പോഴാണ് പറഞ്ഞാൽ പൈസ ഇട്ടിട്ടില്ലെന്ന്. അങ്ങനെയൊക്കെ ഒരുപാട് അവസ്ഥകളുണ്ട്. എത്രയോ സിനിമാക്കാർക്ക് അനുഭവം ഉണ്ടാവും, നമ്മളെ മുറിയിൽ പൂട്ടിയിട്ടുണ്ട്. കോട്ടയത്ത് ഒരു പടം മറന്നു, ആ പടത്തിൻ്റെ പേരൊക്കെ. ആ പടം നടക്കുന്ന സമയത്ത് ഞങ്ങളെ പൂട്ടിയിട്ട്, എൻ്റെ വണ്ടിയൊക്കെ അവന്മാരെ ഗേറ്റിനകത്തിട്ട് പൂട്ടിയിട്ട്, പിന്നെ നമ്മൾ അവസാനം കാല കൈ പിടിച്ചൊക്കെയാണ് നമ്മളെ വണ്ടി. നമ്മൾ പറഞ്ഞാൽ നമ്മൾ ജീവിക്കാൻ വേണ്ടി വന്നതാണ്, നമ്മൾ ഇതായിട്ട് യാതൊരു ബന്ധമില്ല. എന്നിട്ട് നമ്മൾ ഇറങ്ങിപ്പോയി, പൂട്ടിയിട്ടുണ്ട്. ആഹാരം പോലും തരാതെ 2 ദിവസമൊക്കെ നമ്മൾ താമസിച്ചിട്ടുണ്ട് ഹോട്ടലിൽ. പിന്നെ ഹോട്ടലുകാർ നമുക്ക് ആഹാരം വാങ്ങിച്ചു തരും, അവരിത്തിരി മനസ്സാക്ഷികളുണ്ട്, വാങ്ങിച്ചു തരും. പക്ഷേ പ്രൊഡ്യൂസർ മുങ്ങും, ബാക്കിയുള്ളവരൊക്കെ മുങ്ങാളവരൊക്കെ മുങ്ങും, നമ്മൾ അവിടെ പെട്ടുപോകും. എത്രയോ പടത്തിന് സിനിമയുടെ യൂണിറ്റ് ബസ്സൊക്കെ പൂട്ടിയിട്ടുണ്ട്. ഈ ഇടത്തിലെ ഗുണ്ടൽപേട്ടിൽ ഒരു പടത്തിന് പോയപ്പോൾ യൂണിറ്റ് വണ്ടിയൊക്കെ അവന്മാർ പൂട്ടിയിട്ട്. അങ്ങനെ പറയാനാണെങ്കിൽ 100 അനുഭവമുണ്ട് എനിക്ക്. 100 പടം ഞാൻ ചെയ്തു. എത്ര അനുഭവങ്ങൾ. അല്ല, ഇത് ശരിക്കും സിനിമയിൽ മാത്രമല്ല, മീഡിയയിൽ ഇതൊക്കെ തന്നെയാണ്. അല്ല, അതാണ് പറയുക, എല്ലായിടത്തും ഇതൊക്കെ തന്നെ. ഞാൻ കഴിഞ്ഞ ഓണത്തിനൊരു കോമ്പയറിങ്ങിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് 5 ദിവസത്തെ ഷൂട്ട്. രാവും പകലില്ലാണ്ട് വെയിലത്ത് ചെന്നം, പിന്നെ മറ്റേ തൊണ്ട കീറിന്ന് വിളിച്ച് വീട്ടിലെ പ്രോഗ്രാം. ഇപ്പോഴും എനിക്ക് അല്ല, ഇത് തന്നെ എല്ലായിടത്തും ഇത് തന്നെ. ഈ പറയുമ്പം മറ്റേ എല്ലാവരും പറയണതെന്ന് വെച്ചാൽ ഞോണ്ടി മാന്തി പിച്ച്, ഇതൊന്നും അല്ല ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളെന്ന് പറയണത്. പേയ്മെൻറ്റ് കിട്ടാതിരിക്കുക, നമ്മളെയൊക്കെ റൂമിൽ പൂട്ടിയിടുക, എന്നെയൊക്കെ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞത്. എൻ്റെ വൈഫ് മൂത്ത മോളെ പ്രസവിച്ച് നാളെ ഡെലിവറി, ഇന്ന് എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ ദിവസം 5 പൈസ തരാതെ എന്നെ ആ പടത്തിൻ്റെ അവിടെ നിന്ന് എനിക്ക് വീട്ടിൽ പോകേണ്ടതെന്ന്. പക്ഷേ ദൈവം എന്നെ അവിടെ കാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ പോയി ഒരു ലോട്ടറി എടുത്ത്. ഇത് ചുമ്മാ ഇങ്ങനെ ഈ സിനിമ കഥ പോലെ പറയണമല്ല, രാവിലെ അത്രയും മനസ്സ് നീറിയിട്ടാണ്. കാരണം 5 പൈസ എനിക്ക് കിട്ടില്ല ആ പടത്തിന്, വണ്ടിക്കൂലി പോലും കിട്ടിയില്ല. ഞാൻ കട്ടപ്പനയിലാണ് എൻ്റെ വൈഫ് ഫസ്റ്റ് ഡെലിവറി. ആ സമയത്ത് മോൾക്ക് രാവിലെ ഈ പറഞ്ഞ പോലെ ഞാൻ മോളെയൊക്കെ കയ്യിലിങ്ങനെ വാങ്ങിച്ച് വലിയ സന്തോഷത്തിൽ ഒരു ചായ കുടിക്കാം. ആപ്പടെ 10-250 രൂപ എന്നുകൊണ്ട് എൻ്റെ കയ്യിലുള്ളൂ. ഞാൻ ഇങ്ങനെ താഴെ കട്ടപ്പന ടൗണിൽ താഴെ ഇറങ്ങിയപ്പോഴേക്കും അന്ന് മറ്റേ എന്തൊരു സൂപ്പർ ലോട്ടോ അങ്ങനെ എന്തോ ഒരു പരിപാടിയുണ്ട്, എന്തോ ഒരു പരിപാടി മറന്നു ചേട്ടാ. അങ്ങനെ ഞാൻ പോയി ചുമ്മാ ഒരു ടിക്കറ്റൊക്കെ എടുത്ത് എന്തായാലും എനിക്ക് 25,000 രൂപ കിട്ടി. ആ പൈസ ഉള്ളതുകൊണ്ട് മാത്രം, സത്യം എൻ്റെ ക്യാമറ സത്യം കേട്ടോ, ആ പൈസ ഉള്ളതുകൊണ്ട് എൻ്റെ മോളെ ഞാൻ വൈഫിനെ ആ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് സുഖമായിട്ട് ഇറക്കി വീട്ടുകാർക്കുള്ള ആ അരി ഉൾപ്പെടെ വാങ്ങിച്ചു. അങ്ങനെ ഒരു ചടങ്ങൊക്കെ ഉണ്ട്, ഈ അരിയൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ വിളിച്ചുകൊണ്ടും കൂടെ വന്നതുകൊണ്ട് നമുക്കൊന്നും ആരുടെ ചോദിക്കാനും പറ്റില്ല, ഒന്നും വീട്ടുകാരിടുന്നൊന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെ ഇപ്പോഴേക്കും അവർ പറയണത്. എന്നിട്ട് ഞാൻ ഈ 25,000 രൂപ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അന്ന് അവിടെ
ഡെലിവറി ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ 10,000-16,000 രൂപ അന്ന് അത്രയൊക്കെ മതിയായിരുന്നു 15 വർഷം മുമ്പ്. പ്രൈവറ്റ് ഹോസ്പിറ്റൽ സെൻറ്റ് ജോൺസ് അങ്ങനത്തെ അതിൻ്റെ പേര് മറന്നുപോയി. എന്തായാലും അവിടെ സെറ്റിൽമെൻറ്റ് ചെയ്ത് വീട്ടിൽ കൊണ്ടാക്കിയിട്ടാണ് ഞാൻ വന്നത്. എന്നുവെച്ചാൽ ഈ പുറമേ ആണുള്ളവർ വിചാരിക്കും സിനിമാക്കാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പൈസയുള്ള ഒരു കോപ്പുമില്ല. സത്യമായിട്ടും ഞാൻ സീരിയസ് ആയിട്ട് ഒരു പടം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഒരു 2ാമത്തെ ആഴ്ചയാകുമ്പോൾ നിങ്ങൾ ആരുടെങ്കിലും ഒരു 100 രൂപ കടം ചോദിക്കണം. കാണൂല. ഒരുവിധപ്പെട്ട എല്ലാ സിനിമയിലും വർക്ക് ചെയ്യണ ടെക്നീഷ്യന്മാരുടെ അവസ്ഥ അതാണ്. 5 പൈസ കൈ കാണില്ല. കാരണം ഇവിടെ നിന്നെല്ലാം കിട്ടിയാലേ കാണുള്ളൂ. പിന്നെ സിനിമയിലൊക്കെ പേയ്മെൻറ്റ് കിട്ടുന്നതൊക്കെ 4-5 പ്രാവശ്യമായിട്ടായിരിക്കും. അത് മറ്റേ പിച്ചി ചീന്തി ലോണും അതൊക്കെ അതങ്ങ് തീരും. ഞാൻ പറയില്ല ഞാൻ എന്തെങ്കിലും പൈസ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി ചെയ്തതാണ്. അതുകൊണ്ടാണ് ഞാൻ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയിൽ അത്ര ആത്മാർത്ഥത കാണിക്കുന്നത്. എൻ്റെ കസ്റ്റമറിനെയൊക്കെ ഞാൻ അതുപോലെ കൈവെള്ളയിൽ കൊണ്ട് നടക്കണമെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ വർക്ക് തരണവരാണ് വീണ്ടും വീണ്ടും തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ അവരുടെ അടുത്ത് നമ്മൾ നീതി പുലർത്തിയാൽ മാത്രമേ നമുക്കിനി അങ്ങോട്ട് ജീവിതമുള്ളൂ. അല്ലാതെ ഈ എല്ലാവരും വിചാരിക്കും പോലെ നമ്മളിൽ മറ്റു വലിയ കാശോ വലിയ സെറ്റപ്പോ ഒന്നും വെച്ചിട്ടൊന്നുമല്ല. ഇതെല്ലാം ഒരു ഷോ ഓഫിൽ അങ്ങ് പോകണമെന്നേ ഉള്ളൂ. പിന്നെ സിനിമയുടെ ആ ഒരു ഗ്ലാമർ അത്രയൊക്കെ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയുടെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ എല്ലാവരും ഫോട്ടോഗ്രാഫേഴ്സാണ്. മൊബൈൽ എടുക്കുക, റീൽ എടുക്കുക, ഫോട്ടോ എടുക്കുക, എന്താ എന്തെങ്കിലും ഒന്ന് അറിയുമ്പോഴേക്കും അഭിപ്രായങ്ങളും കുറേ ആയിരിക്കും. അപ്പോൾ എൻ്റെ കല്യാണത്തിന് വരുമ്പോൾ ഇന്ന ക്യാമറ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് ആരെങ്കിലും സജഷൻ പറഞ്ഞൊക്കെ ആയിരിക്കും. സോണി ഒരു ബ്രാൻഡ് നെയിം, ഈ ക്യാമറ വേണം, അങ്ങനെയുള്ള ഡിമാൻഡ്സ് ഒക്കെ വരാറുണ്ടോ? ദൈവത്തിൻ്റെ കാരണം ഇന്ന് വരെ എൻ്റെ അടുത്ത് ഒരു കസ്റ്റമറും ചേട്ടാ ഏത് ക്യാമറ കയ്യിരിക്കാൻ തോന്നില്ല. കാരണം എൻ്റെ ഇരിക്കുന്ന ലുമിക്സിൻ്റെ S1R എന്ന് പറഞ്ഞിട്ട്, അതായത് ഇന്ന് വേൾഡിലൊരു നമ്പർ 1 ക്യാമറയാണത്. എൻ്റെ മാത്രം അല്ല കേട്ടോ, ഇവിടെ ആരെങ്കിലൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ഈ കേരളത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും പറയാണ് സോണി സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സോണിയുടെ ബാക്കിലും ഓടും. ആരെങ്കിലും പറയുന്നത് നിക്കോണാണ് സൂപ്പർ, നേരെ അതിൻ്റെ ബാക്കിൽ ഓടും. കാരണം ഇവിടെ സ്വന്തമായ ഒരു നിലപാടൊന്നുമില്ല. ഇവരെല്ലാം ക്യാമറയിൽ ആശ്രയിക്കുക. ഇപ്പോൾ സോണി എന്ന് പറഞ്ഞിട്ടൊരു ട്രെൻഡുണ്ട്. ഒരു കാര്യമില്ല, അതിലെടുക്കണേക്കാൾ നല്ല പടം ഈ നിക്കോണിൽ ക്യാനണിൽ കിട്ടും. ക്യാനണിൽ കിട്ടുന്നതിൻ്റെ 7-1 പടം ഈ സോണിയിൽ കിട്ടൂല. പക്ഷേ എല്ലാവരും അതിലൊന്ന് അഡിക്റ്റഡാണ്. സാധാരണ സോണിയിലെ പടം നമ്മൾ ഭയങ്കര സോണി ഈ വലിയ സംഭവമൊന്നുമല്ല, ആർക്കും വേണ്ടായിരുന്ന സാധനമാണ്. ആരൊക്കെ 5 പേര് പറഞ്ഞ് സൂപ്പർ എന്ന് പറഞ്ഞ് അങ്ങനെയാണ്. ഇവിടെ ആരും സ്വന്തം കഴിവിനെയോ സ്വന്തം കാലിബറെന്ന് നോക്കി പോവില്ല. അപ്പുറത്തവൻ്റെ ഇരുന്നിരിക്കുന്നത് എന്നാൽ പിന്നെ എൻ്റെ ഇത് വേണം. ഈ ക്യാമറയുടെ ഈ സോണി ക്യാമറ ശരിക്കും അതിൻ്റെ ഷട്ടർ അപ്രോച്ച് പോലും അറിവിടത്തെ പലരും ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഇതിനകത്ത് എന്തൊക്കെ ഫംഗ്ഷൻ ഉണ്ടെന്ന് പോലും പലർക്കും അറിഞ്ഞൂടാ. എന്നാലും അപ്പുറത്ത് ഒരുത്തൻ്റെ ഇരിക്കുന്നത് എന്താണ്, അതിൻ്റെ മേളിൽ ആ കമ്പനിയുടെ സാധനം എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് പോണവരാണ്. A1 എന്ന് പറഞ്ഞിട്ടൊരു ക്യാമറ ഉണ്ട് സോണിയുടെ. ഈ ക്യാമറയിൽ എന്തൊക്കെ ഫ്യൂച്ചർ ഉണ്ടെന്ന് പോലും ഇവിടെ ഇപ്പോൾ സോണി ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അറിഞ്ഞൂടാ. ഇവർക്ക് ആകപ്പെടാരെന്നുള്ളത് അവൻ്റെ അത് ലെൻസ് 1.2 എന്നാൽ പിന്നെ 1 തന്നെ കിട്ടണം, എന്തെങ്കിലും വഴി 1.1 കിട്ടണം. അതായത് ഇല്ലാത്ത സാധനത്തിന് തേടി പോവുകയാണ്. കാരണം അവൻ്റെ കയ്യിലുള്ളതിനേക്കാൾ മികച്ചത്. ഇതുകൊണ്ട് എന്താണ് ഉപയോഗം എന്ന് ചോദിച്ചാൽ ഒരു ഉപയോഗമില്ല. ചേട്ടാ, നമ്മളിപ്പോൾ ഇൻസ്റ്റയിൽ കാണുന്ന ഇപ്പോൾ ഒരു ഫോട്ടോഗ്രാഫർ വർക്ക് എടുക്കുന്നുണ്ടെങ്കിലും അവരുടെ എന്തൊക്കെ ടൂൾസാണ് യൂസ് ചെയ്യണമെന്നുള്ള ഫുൾ വീഡിയോ അവരുടെ ഇട്ടിട്ടുണ്ടാവും മിക്കവാറും. അവർ യൂസ് ചെയ്യുന്ന ലെൻസ് ആയാലും ക്യാമറ ആയാലും ലൈറ്റ് ആയാലും എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. അപ്പോൾ സാധാരണ ആൾ ഒരു ഫോട്ടോഗ്രാഫറിനെ അല്ലെങ്കിൽ വീഡിയോഗ്രാഫറിനെ ബുക്ക് ചെയ്യുന്ന സമയത്ത് വേഗം അവർ ഹൈ ആയിട്ട് നോക്കുന്ന എന്നാൽ ബഡ്ജറ്റ് കൊണ്ട് എത്താൻ പറ്റാത്ത വല്ല ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവരെന്താ ഉപയോഗിക്കണമെന്ന് നോക്കിയിട്ട് എന്നാൽ പിന്നെ അത് ഇവൻ്റെ ഉണ്ടോ, അല്ലെങ്കിൽ ആ ലെൻസ് ആണോ ഉപയോഗിക്കുന്നത്, ആ ക്യാമറയാണോ, ആ ലൈറ്റ് ഉണ്ടോ എന്നുള്ളൊരു കമ്പാരിസൺ വരില്ല. അപ്പം അതുകൊണ്ടായിരിക്കുമോ ഇങ്ങനെയുള്ളൊരു? അല്ല, അത് ഒരു വലിയ സംഭവമാണ്. ഈ കസ്റ്റമറിന് ഒരു ഭയങ്കര തെറ്റിദ്ധാരണയുണ്ട്. കസ്റ്റമറിൻ്റെ ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സാധനങ്ങൾ കൊണ്ടുവന്നാലേ വലിയ നല്ല പടം കിട്ടുമെന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു 2.8 ഓപ്പണിംഗ് ഉള്ള ലെൻസ് ഉണ്ട്, 1.4 ഓപ്പണിംഗ് ലെൻസ് ഉണ്ട്, 1.8 ഓപ്പണിംഗ് ഉള്ള ലെൻസിലുണ്ട്. ഇത് 3 ലെൻസും കയ്യിലുള്ളവന് ഇത് ഉപയോഗിക്കാറുണ്ടെങ്കിൽ ഇത് അവൻ്റെ കയ്യിൽ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ക്ലയൻറ്റ് നോക്കുമ്പോൾ 1.4 എന്ന് പറയുമ്പോൾ ലെൻസ് വലിയ ലെൻസ്, ഇപ്പോൾ 85 എന്ന് പറഞ്ഞിട്ടൊരു ലെൻസ് ഉണ്ട്. അപ്പോൾ ആ ലെൻസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോർട്രേറ്റ് എടുക്കാനുള്ള പരിപാടി, നമ്മളെ ക്ലോസപ്പ് പടങ്ങളും അങ്ങനെയൊക്കെ കൂടെ ഉപയോഗിക്കുക. അപ്പോൾ അത് 2.8 ഉണ്ട്, അതിന് 1.8 ഉണ്ട്, 1.4. ഈ 1 ലെൻസിൻ്റെ പ്രത്യേകിച്ച് വലിയ ലെൻസൊക്കെ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ബൊക്കെ എന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കരമായിട്ട് നല്ല രസമായിട്ട് നല്ല കലങ്ങി വരും. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രത്യേകത. ഇത് എന്തിനാണെന്ന് പോലും പലർക്കും അറിഞ്ഞൂടാ. കസ്റ്റമറിനാണെങ്കിൽ ശരിക്കും ഇതൊന്നും അറിഞ്ഞൂടാ. കസ്റ്റമർ നോക്കുമ്പോൾ ആ ലെൻസ് കുടിലെ സാധനം, നല്ല വലിയ ലെൻസ്, ഇതൊക്കെയാണ് കസ്റ്റമറിൻ്റെ തെറ്റിദ്ധാരണ. അപ്പോൾ എന്തിട്ടെന്ന് വെച്ചാൽ ഈ ഫോട്ടോഗ്രാഫർമാർ അവൻ്റെ അതിരിക്കണം, എന്നാൽ പിന്നെ നമുക്ക് ഇതെടുത്തേ പറ്റും, അവൻ അതുള്ളതുകൊണ്ടാണ് വർക്ക് ഇടുന്നത്. ഇതൊന്നും അല്ല, ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല.
മീൻസ് ഈ 85 ലെൻസിൻ്റെ ആവശ്യമില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ഇതൊക്കെ നമ്മുടെ ആവശ്യം അനുസരിച്ചാണ്. കാരണം അവൻ എത്ര രൂപ വാങ്ങുന്നു അതിനനുസരിച്ചുള്ള ലെൻസുകൾ വെച്ചിട്ട് അവൻ ചെയ്താൽ അവൻ്റെ ഫാമിലിക്ക് നല്ലതാണ്. അല്ലെങ്കിൽ ലോൺ എടുത്ത് ജീവിതകാലം മൊത്തം എങ്ങനെ ലോൺ എടുത്ത് പോകും. ഇപ്പോൾ ദൈവത്തിൻ്റെ കാരണം കൊണ്ട് ഈ ചിങ്ങത്തിൽ എനിക്ക് ഒരു കടവുമില്ല. ഞാനൊരു ക്യാമറയൊക്കെ മേടിച്ച് ഒരു കടവുമില്ല. ഇപ്പം ഞാൻ സത്യം ഒരു ബാധ്യതയില്ലാതെ വളരെ ഫ്രീ ആയിട്ടിരിക്കണം. ആ പടം ഇനി കാറിൻ്റെ ഒരു ലോൺ മാത്രമേ ഉള്ളൂ ഈ ചിങ്ങത്തോടും കൂടെ. ബാക്കി എല്ലാ ലോണും എല്ലാം ക്ലോസ് ആണ്. കാരണം എനിക്കിത് പറ്റുമെന്ന് വെച്ചാൽ എൻ്റെ ഇരുന്ന എക്യുപ്മെൻറ്റ് വെച്ചിട്ട് ഞാൻ 10 പൈസ ഉണ്ടാക്കിയതുകൊണ്ടാണ്. നേരെ മറിച്ച് ഞാൻ വീണ്ടും ഇപ്പോൾ ക്യാനോൻ്റെ ഒരു ക്യാമറ R5 Mark II എന്ന് പറഞ്ഞിട്ടൊരു ക്യാമറ പറയും. ഞാൻ ഇതിൻ്റെ ബാക്കിൽ പോയാൽ എനിക്ക് ഇതിനേ സമയമുള്ളൂന്നേ. ആ ക്യാമറയ്ക്ക് 5 ലക്ഷം രൂപ വിലയുണ്ട്. ഞാൻ ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഞാൻ ഇപ്പോൾ ഇത് എൻ്റെ ഇരിക്കുന്ന ക്യാമറ കളഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ബാക്കിൽ പോയാൽ ഇതുകൊണ്ട് ആർക്കാണ് നേട്ടം? കസ്റ്റമർ എന്താണ് നല്ല പടം കിട്ടിയാൽ പോരെ. അത് മേ ബി അവനവൻ്റെ കഴിവിൽ വിശ്വാസമില്ലാത്തതുകൊണ്ട്. അതെ, 100% അവനവൻ്റെ കഴിവിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്. നല്ല ക്യാമറ വേണം കേട്ടോ, നല്ല എക്യുപ്മെൻറ്റ്സ് വേണം. പക്ഷേ സാധാരണ വീഡിയോഗ്രാഫേഴ്സ് യൂസ് ചെയ്യാത്ത ഫാൻ ഫോളോയിങ് കൂടുതലുള്ള ബ്രാൻഡിനെ ആശ്രയിക്കാണ്ട് ഷാലു പേയാട് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ശ്രമമുണ്ടോ? അതങ്ങനെ ഒരു ബ്രാൻഡ് ഓൾറെഡി ഉണ്ടോ? ഉറപ്പായിട്ടും ഞാൻ എൻ്റെ ബ്രാൻഡ് തന്നെയാണ് ഞാൻ വളർത്തുന്നത്. ഞാൻ എന്നെ തന്നെയാണ് വളർത്തുന്നത്. അല്ലാതെ ഞാൻ ഒരു ക്യാമറ കമ്പനികളെയും വളർത്താൻ വേണ്ടി ഞാൻ നിൽക്കുന്നില്ല. മീൻസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ഇപ്പം നമുക്കിഷ്ടമുള്ള കുറേ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്, പല ആൾക്കാർ, ഞാൻ പേര് പറയുന്നില്ലെന്നുള്ള പല ആൾക്കാരുണ്ട്. നമ്മൾ അവരെയൊന്നും ബ്രാൻഡ് നോക്കിയിട്ടല്ല ഇഷ്ടപ്പെടുന്നത്. അവരെടുക്കുന്ന പടം ഏത് ക്യാമറയിൽ എടുത്താലും പടം കിട്ടും. അത് ജെന്യൂനായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മളൊക്കെ ഫിലിം ക്യാമറയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ നമുക്കറിയാം എങ്ങനെ. ഇപ്പം നമ്മളിപ്പോൾ സാംസങ് ഫോൺ ഉപയോഗിക്കുന്നവരുണ്ട്, ഐഫോൺ ഉപയോഗിക്കുന്നവരുണ്ട്, പല ഫോണുകൾ ഉപയോഗിക്കുന്നവരുണ്ട്. പക്ഷേ ഇതിൽ പല ക്യാമറ ആണെങ്കിലും ഈ എടുക്കണ ആംഗിൾ അത് ആ ആളിൻ്റെ മാത്രം ക്വാളിറ്റിയാണ്. അപ്പോൾ നമ്മളെന്താണോ എടുക്കുന്നത് അതാണ് നമ്മുടെ ബ്രാൻഡ്. നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വളരാൻ പറ്റും. അല്ലാതെ നമ്മൾ ഈ ക്യാമറകളെ വളർത്താൻ നിന്ന് കഴിഞ്ഞാൽ അതിനെ സമയമുള്ളൂ. കാരണം ഒരു ഫോട്ടോഗ്രാഫറും ഈ ക്യാമറയുടെ ബാക്കിൽ പോകണ ഒരു ഫോട്ടോഗ്രാഫർമാർ രക്ഷപ്പെട്ട ചരിത്രം എനിക്കില്ല, എൻ്റെ അറിവില്ല. ഞാനും അങ്ങനെ ആയിരുന്നു നേരത്തെ. ഓരോ പുതിയ ക്യാമറ ഇറങ്ങുമ്പോഴും ഈ സത്യം വണ്ടി വരെ കൊണ്ട് പണയം വെച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മളിപ്പോൾ ക്യാമറ എടുക്കണം. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി നമ്മളിതിൻ്റെ പുറകെ പോകുന്നതൊക്കെ ഫാൻറ്റസിയാണ്, വെറുതെ ഒരു ആവശ്യമില്ലാത്ത പരിപാടിയാണ്. കാരണം നമുക്ക് 10 പൈസ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ വച്ച് ജീവിക്കുക എന്നുള്ളതാണ്. നമ്മൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. അല്ലാതെ നമ്മൾ ഈ ക്യാമറയുടെ പുറകെ പോയിട്ട് കാര്യം. ക്യാമറയ്ക്ക് തരാൻ പറ്റുന്ന 2 കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് ഫോക്കസ് ഔട്ടാതെ നല്ല പടം കിട്ടും. അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ ക്യാമറയുടെ അപ്ഡേഷൻ എന്നൊക്കെ പറയുന്നത് ISO എന്ന് വെച്ചാൽ നമുക്ക് കുറേ ഈ ലോ ലൈറ്റിൽ പടം എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഫോളോ ഫോക്കസ്, ഐ ഫോക്കസ്, ട്രാക്ക് മോഡ്, അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ടെന്നുള്ളതല്ലാതെ വേറെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഇല്ല ഇതിൽ. ഇപ്പോൾ നമുക്കിപ്പോൾ ISOയുടെ പെർഫോമൻസ് നമുക്ക് അങ്ങനെ എന്നുണ്ടെങ്കിൽ ഫ്ലാഷ് ഉപയോഗിച്ചാൽ മതി. നമ്മൾ അതിൻ്റെ പറഞ്ഞാൽ ഈ 5 ലക്ഷം രൂപ എടുത്ത് ക്യാമറ വാങ്ങണേക്കാളും നല്ലത്, മീൻസ് ഒരു പുതിയ അപ്ഡേഷനിലോട്ട് പോകണേക്കാളും നല്ലത് ഒരു 25,000 രൂപ 30,000 രൂപ എടുത്തൊരു ലൈറ്റ് വാങ്ങിച്ചിട്ട് അതിനെ ഫോളോ ചെയ്താൽ മതി. പിന്നെ ഈ ഫോക്കസിൻ്റെ കേസ്, നമ്മൾ എത്ര ഫോക്കസ് ഉണ്ടെങ്കിലും എല്ലാ ഫോട്ടോഗ്രാഫറും ഉപയോഗിക്കുന്ന സിംഗിൾ ഫോക്കസ് ഏരിയ ആയിരിക്കും. എല്ലാ ക്യാമറയ്ക്ക് 256 ഫോക്കസ് പോയിൻറ്റ്, 500, 300 എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കമ്പനികൾ വെല്ലുവിളിക്കുമ്പം നമ്മളിവിടെയുള്ള ഫോട്ടോഗ്രാഫർമാർക്ക് എടുക്കുന്ന സിംഗിൾ ഫോക്കസ് ആയിരിക്കും. എല്ലാവരും സിംഗിൾ ഫോക്കസ് അല്ലേ? നമ്മളുൾപ്പെടെ എല്ലാവരും ഫോട്ടോഗ്രാഫർമാരും സിംഗിൾ ഫോക്കസ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതെടുക്കാനാണെങ്കിൽ പിന്നെ ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. അല്ല, അത് ഭയങ്കര വലിയ പോയിന്റാണ്. കാരണം ഇപ്പോൾ ചേട്ടനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ. അപ്പൊ ഇനി അതാരും ബ്രാൻഡും ഇതൊന്നും നോക്കി പോയി ബ്രാൻഡ് നോക്കി പോയിട്ട് കാര്യമില്ലെന്ന്. നമ്മൾ അവരെ ഈ ക്യാമറ കമ്പനികളെ വളർത്താന്നുള്ളതല്ലാതെ ഏതെങ്കിലും ഒരു ക്യാമറ കമ്പനി 100 രൂപ കുറച്ച് കൊടുക്കും? ഇല്ല. പക്ഷെ നമ്മൾ കസ്റ്റമറിന് കുറച്ച് കൊടുക്കും. 100 അല്ല 1000 രൂപയാണെങ്കിൽ നമ്മൾ കുറച്ച് കൊടുക്കും. നമ്മൾ കുറച്ച് കൊടുക്കാൻ പെടാൻ നിർബന്ധിതരാവുകയാണ് അവിടെ. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചത്, ഇപ്പോൾ ഷാലു പേയാട് എന്ന് പറയുന്ന ബ്രാൻഡായിട്ട് വന്നു. അപ്പോൾ ആ ഒരു ബ്രാൻഡിനെ അപ്രോച്ച് ചെയ്യാൻ സാധാരണ ആൾക്കാർക്ക് ഒരു മടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വലിയ ചാർജൊക്കെ വാങ്ങിക്കും, നമുക്കൊന്നും പറ്റാത്ത ഇതാണെന്നുള്ളത്. ശരിക്കും അങ്ങനെയാണോ? അല്ല, ഞാൻ സാധാരണക്കാരെ വർക്കും തിന്നും. അല്ല, മീൻസ് നമ്മളിങ്ങനെ പറയില്ലേ, ചാളയും ചോറും കഴിക്കും, ബിരിയാണിയും കഴിക്കും. അത് സാധാരണക്കാരൻ്റെ വർക്കും ചെയ്യും, പ്രീമിയം ക്ലാസ് വർക്കും ചെയ്യും. ഇപ്പോൾ പ്രീമിയം ക്ലാസ് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ വർക്കിലല്ല നമ്മൾ ചെയ്യണത്, അവർക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ. അതായത് 2 ക്യാമറ ഉണ്ടാവും, അല്ലെങ്കിൽ 3 വീഡിയോ ക്യാമറ ഉണ്ടാവും. നമ്മൾ കോർഡിനേഷൻ വേറെ ആയിരിക്കും. സാധാരണക്കാരൻ്റെ വർക്ക് എന്ന് പറയുമ്പോൾ ഒരു വീഡിയോ ഒരു ഫോട്ടോ ഞാൻ തന്നെ പോകും എന്നും പറഞ്ഞ് ഞാൻ വലിയ പൈസ ഒന്നും വാങ്ങിക്കില്ല. ഞാൻ പല കസ്റ്റമറുടെ അടുത്ത് ഞാൻ ചോദിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കയ്യിൽ എത്രയുണ്ട് ബഡ്ജറ്റ്, ആ ബഡ്ജറ്റിൽ ഞാൻ ചെയ്തു തരും. ചിലർ പറയും നമുക്കൊരു 50-60 രൂപ, ആ ശരി ഓക്കെ സെറ്റ്. അല്ലാണ്ട്
ഇപ്പം എന്താ പറയുക, ഇപ്പം നിങ്ങളടുത്ത് വന്നിട്ട് 1 ലക്ഷം രൂപ വേണമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ നല്ല അങ്ങനത്തെ ഒരു പ്രീമിയം ക്ലാസ് കസ്റ്റമർ എന്ന് പറയാൻ പാക്കേജ് അയക്കാൻ പറയും. അവർ പറയും നമുക്കൊരു ഓക്കെ 2 ലക്ഷം രൂപ അല്ലെങ്കിൽ 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ, ഓക്കെ, അവർക്കൊരു കുഴപ്പമില്ല. അങ്ങനെ 13 ലക്ഷം രൂപയുടെ വർക്ക് വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഓരോ കസ്റ്റമറിൻ്റെ ഇതനുസരിച്ചിരിക്കും. പക്ഷേ സാധാരണക്കാരുടെ അടുത്ത് നമുക്ക് വന്നിട്ട് ഇതൊന്നും പറയാൻ പറ്റില്ല. കാരണം അവൻ ഒരു പവൻ്റെ ഉരുപ്പടി വാങ്ങാൻ പറഞ്ഞ വേറെ അവനറിയാം. അപ്പോൾ അവൻ്റെ അടുത്ത് നിന്നിട്ട് ഞാൻ ചെന്ന് വലിയ പൈസ പറയണത് ലോജിക്കലി തരട്ടെ. കാരണം നമ്മൾക്ക് ഇവിടെ നിന്ന് വളർന്നതല്ലേ. അപ്പോൾ നമ്മളൊരിക്കലും ഈ വളർന്ന് വന്ന വഴികൾ അത് നമുക്ക് മറന്നു പോകാൻ പറ്റില്ലല്ലോ. കാരണം നമുക്ക് എന്താ പറയുക, നമുക്ക് ഞാൻ 15,000 രൂപ എക്സ്പോസിങ് വാങ്ങുന്നുണ്ട്. ചിലപ്പോൾ എനിക്ക് വളരെ വേണ്ടപ്പെട്ടവർക്ക് ചിലപ്പോൾ 5,000 രൂപയ്ക്ക് പേ ചെയ്ത് കൊടുക്കേണ്ടി വരും. അതൊക്കെ നമ്മൾ എന്നും പറഞ്ഞ് നമുക്ക് മറ്റേ നമ്മൾ വളർന്നു വന്നപ്പോൾ നമ്മളെ സഹായിച്ച കുറേ ആൾക്കാരുണ്ട്. അവരുടെ അടുത്ത് നമുക്ക് ചിലപ്പോൾ ഈ 5,000 രൂപ ഇന്നും വാങ്ങിക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ അവരുടെ അടുത്തുള്ള സ്നേഹത്തിൻ്റെ പുറത്താണ്. അവിടെ ഒരിക്കലും നമ്മൾ ബ്രാൻഡ് കാണിക്കില്ല. അങ്ങനെ നമ്മൾ ലോജിക്കലി നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് എങ്ങനെയാണ് അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത് ആ രീതിയിലായിരിക്കും. പല ആൾക്കാരും വന്ന് പറയും, ചേട്ടാ എൻ്റെ കയ്യിൽ ചെറിയ പൈസയേ ഉള്ളൂ, ചെയ്തു തരുമോ? ഞാൻ പറയും ചെയ്തു തരാമെന്ന് പറയും. ചിലർ പറയും, ചേട്ടാ പൈസ ഇല്ല, വേണ്ട ഫ്രീ ആയിട്ട് ചെയ്തു തരാം. അതിന് കുഴപ്പമില്ല നമുക്ക്. കാരണം ഈ ഫോട്ടോഗ്രാഫി ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് കല്യാണം ചെയ്ത് കൊടുക്കുന്നത് വലിയ സംഭവമൊന്നുമല്ല. ഞാൻ അത് ചോദിക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ കണ്ടായിരുന്നു, ഒരു കൃഷ്ണൻ്റെ ഫോട്ടോ ഷൂട്ട് ചെയ്തത്. അപ്പം അത് കണ്ടു കഴിഞ്ഞപ്പോൾ അത് അങ്ങനെ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമല്ല, അങ്ങനെ ഒരു വ്യക്തിക്ക് അങ്ങനെ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് എനിക്ക് അതിനോട് അല്ല, അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ചെയ്ത് കൊടുക്കുക, എനിക്ക് ചെയ്ത് കൊടുക്കാം, എനിക്ക് മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരൊറ്റ കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ സ്കില്ല് അല്ലെങ്കിൽ എൻ്റെ കയ്യിലിരുന്ന ക്യാമറ അതിന് പ്രത്യേകിച്ച് വാടകയൊന്നും കൊടുക്കണ്ട. അവൻ 5 പടം എടുത്ത് കൊടുത്തുകൊണ്ട് എനിക്കൊന്നും സംഭവിക്കാനും പോകില്ല. അപ്പോൾ പിന്നെ എനിക്കൊരു റീല് ഞാൻ എടുത്ത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കണ്ട് ആരെങ്കിലുമൊക്കെ ഇൻസ്പയർ ആയിട്ട് ഏതെങ്കിലും ഫോട്ടോഗ്രാഫർമാർക്ക് തോന്നുന്നത് അപ്പോൾ ഇനി ഞാനും നാളെ തൊട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞ് ചെയ്താൽ അത്ര നല്ലത്. അത് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അതിൽ എന്താ പറയുക, നമ്മൾ ഭയങ്കര മഹാമനസ്കനാണ്, അതൊന്നുമല്ല. നമ്മൾ കാരണം ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ടാവണമെങ്കിൽ പിന്നെ ആ വീഡിയോ ചെയ്ത് അപ്പോൾ പലരും അതിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവരൊരു ചെരുപ്പ് വാങ്ങിച്ചു കൊടുത്തു എന്നുള്ളതാണ് പലരും പറഞ്ഞവർ. ഒരു 300 രൂപ ഒരു ചെരുപ്പ് വാങ്ങിച്ചു കൊടുത്തിട്ട് അത് വിളിച്ച് പറഞ്ഞെന്നുള്ളതാണ്. അതിൻ്റെ റീസൺ എത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ അവനെ അത്രയും ദാരിദ്ര്യമുള്ളൊരു പയ്യനാണെന്ന് നമ്മൾ അറിയിക്കുമ്പം അതുവഴി സാധാരണക്കാരെന്ന് അവനൊരു 100 രൂപ കിട്ടിയിട്ട് അവന് പ്രത്യേകിച്ച് ഉപയോഗമില്ല. പക്ഷേ എൻ്റെ പ്രൊഫൈലിൽ കാണുന്ന കുറേ സിനിമാക്കാരും സിനിമയായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്ക് ആർക്കെങ്കിലും തോന്നുകയാണ്, അല്ലെങ്കിൽ സീരിയലിൽ ആർക്കെങ്കിലും തോന്നുകയാണ്, ശരി ആ പയ്യനൊരു നല്ലൊരു വേഷം കൊടുക്കാം, ഒരു പാവം പയ്യനല്ലേ, തീരെ നിവർത്തിയില്ലാത്ത പയ്യനല്ലേ, അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ച് അവൻ ആരെങ്കിലും ഒരു സീരിയലിൽ ഒരു വേഷം കൊടുത്താൽ അത് ഞാൻ കൊടുത്ത 300 രൂപയ്ക്ക് 3 ലക്ഷം രൂപയുടെ ഉപയോഗം അവനുണ്ടാവും. നമ്മൾ അവിടെയാണ് ചിന്തിക്കുക. അല്ലാണ്ട് അതിന് നെഗറ്റീവായിട്ടല്ല ഞാൻ കാണുന്നത്. നമ്മൾ കാണുന്നത് വെച്ചാൽ ഞാൻ അവന് അത്രയും ദാരിദ്ര്യമുള്ളൊരു പയ്യൻ, കാരണം 300 രൂപ കയ്യിലെടുക്കാൻ ഇല്ലാത്തൊരു പയ്യൻ, അവന് ഒരു വർക്ക് കിട്ടിയാൽ അത് ഏറ്റവും ബെസ്റ്റ്. ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് വേറെ ഒന്നും തോന്നാത്തത്. അല്ലെങ്കിൽ ആ പയ്യൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിടാ ഞാൻ അവർ കൊളാബ് ചെയ്തിട്ടേക്കണം, അവനൊന്നും ഒരു പ്രശ്നമില്ല. അവനില്ലാത്ത പ്രശ്നമാണ് ഈ നാട്ടുകാർക്കുന്നത്. ഒരു ചായ പോലും ഒരുത്തന്നെ വാങ്ങിച്ചു കൊടുക്കാത്തവന്മാരാണ് വന്നിരുന്ന അടിയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യണത്. അതാണ് പ്രശ്നം. 1.5 രൂപ അല്ല 5 രൂപയുടെ അല്ല 10 രൂപ വിലയ്ക്ക് ഒരു ചായ വാങ്ങിച്ചു കൊടുക്കാത്തവനാണ് വന്ന് കമൻറ്റ് ഇടണത്. ഇടത് കൈ ചെയ്യണത് വലത് കൈ അറിയരുത്. ഇങ്ങനെ കുറെ ടീമുകളുണ്ട്. അതെ, നമ്മൾ ഈ റീലിന്റെ കാര്യം പറഞ്ഞപ്പോൾ വേറൊരു ഡൗട്ട് എനിക്കുള്ളതാണ്. നമ്മളിപ്പോൾ കുറേ കാണുന്ന ഒരു ട്രെൻഡാണ് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി. ഒരു ക്യാമറയും പിടിച്ച് നമ്മൾ എവിടെ ഇറങ്ങിക്കഴിഞ്ഞാലും ഫോട്ടോ എടുക്കാനായിട്ടുണ്ടാവും. ശരിക്കുള്ള സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് എന്താണെന്ന് അറിഞ്ഞിട്ടോ ഇതാണോ എന്ന് എനിക്ക് അറിയില്ല. ഇപ്പം ആണെങ്കിൽ നമുക്ക് ക്യാമറയും റെന്റിന് കിട്ടും, ലെൻസ് ആയാലും റെന്റിന് കിട്ടും, സ്വന്തം ക്യാമറ പോലും വേണമെന്നില്ല. അപ്പം അങ്ങനെയുള്ള എല്ലാ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫേഴ്സുമായിട്ടുള്ള എന്തെങ്കിലും എനിക്ക് നല്ല സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർമാർ ബന്ധമുണ്ട്. ആക്ച്വലി ഇവിടെ ഇപ്പം നമ്മൾ കാണുന്ന 90% സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫറും ഉടായ്പന്മാരാണ്. അതായത് ശരിക്കും സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ നമ്മളൊരു സ്ട്രീറ്റിലേക്ക് പോയിരുന്നിട്ട് നമ്മളവിടെ കാണുന്ന മനോഹരമായ കാഴ്ചകൾ നമ്മൾ ഒപ്പിയെടുക്കുക. അവരുടെ അടുത്ത് നിന്നിട്ട് വീഡിയോ എടുത്തിട്ട് ചോദിച്ചിരുന്നല്ല ചെയ്യേണ്ടത്. ഇത് അവർ പോലും അറിയാതെ ചെയ്ത് ഷൂട്ട് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ പറയാം. പിന്നെ ഇവിടെ നമുക്ക് അങ്ങനെയൊന്നും പറ്റില്ല, കാരണം നിങ്ങളുടെ സമ്മതമില്ലാതെ അതിൻ്റെ വീഡിയോ എടുത്തിട്ട് അതൊന്നും പറ്റില്ല. പക്ഷേ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി, ജെനുവിനായിട്ട് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് നമ്മളൊരു സ്ട്രീറ്റിൽ ഇറങ്ങിയിട്ട് അവിടെ കാണുന്ന മനോഹരമായ കാഴ്ചകൾ അത് പകർത്തി നമ്മുടെ ഇൻസ്റ്റയിലിട്ട് അതാണ് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി. ഇവിടെ അതല്ല. ഇവിടെ ഞാൻ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫറാണ്, എൻ്റെ പേരൊന്ന് നോക്കൂ, എനിക്ക് ഇത്രയും ഫോളോവേഴ്സ് ഉണ്ട്. പാവപ്പെട്ട പിള്ളേരെയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചൂഷണം ചെയ്യണത്. കാരണം നിങ്ങൾക്ക് ആ മായാലോകത്തിൽ വീഴുകയും ചെയ്യും. എങ്ങനെയെങ്കിലും ഫെയിം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ മിസ്യൂസ് എന്നുള്ളതൊക്കെ അതൊക്കെ നമ്മൾ അങ്ങോട്ട് പോയാലേ ഉള്ളൂ പ്രശ്നങ്ങൾ. പക്ഷേ അതല്ല, അതിനേക്കാൾ വലിയ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇവിടെ. അതായത് എന്താ പറയുക, നമ്മളിങ്ങനെ ഇതിന് വേണ്ടിയിട്ട് പിന്നെ പിള്ളേർ ഈ പറഞ്ഞതുപോലെ പ്രിപ്പയർഡായി നിൽക്കുന്ന പിള്ളേരുണ്ട് ഒരുപാട് പേര്. അവർ ചൂഷണം ചെയ്യപ്പെടും. എന്നിട്ട് നാളെ വന്നിട്ട് പറയും ഞോണ്ടി പിച്ചി മാന്തി എന്നൊക്കെ പറയും.
പിന്നെ എല്ലാ ഫോട്ടോഗ്രാഫേഴ്സും ഇങ്ങനെയാണ്. എന്നെ എല്ലാ ഫോട്ടോഗ്രാഫർമാർക്കും ഈ ചീത്തപ്പേര് വരെയും ചെയ്യും. ആക്ച്വലി എനിക്ക് തോന്നുന്നു 90% സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർമാരെ ഫോട്ടോഗ്രാഫിയായിട്ട് യാതൊരു ബന്ധമുള്ളവരല്ല. സത്യം. നമ്മളത് കണ്ടാൽ അറിയാം. നമ്മൾ ആ കനാക്കുന്ന് അല്ലെങ്കിൽ നമ്മുടെ ഈ ട്രിവാൻഡ്രത്തൊക്കെ തന്നെ നമ്മൾ കുറേ സ്ഥലങ്ങളിൽ നിന്ന് അറിയാം. ചേച്ചി ഞാൻ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫറാണ് എന്ന് പറഞ്ഞിട്ട് വന്ന് ഫോട്ടോ എടുക്കുന്നു, 2 പടം എടുത്തിരുന്നു, കുറേ പേര് ലൈക്ക് ചെയ്യുന്നു, ആഹാ ഓഹോ. ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ പലത് കേൾക്കുമ്പോഴാണ് ഓ ഇതൊക്കെയായിരുന്നു ഐറ്റം. പക്ഷേ ശരിക്കുള്ള ഫോട്ടോഗ്രാഫർമാർ അവിടെ പെടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഫോട്ടോ എടുക്കണമെന്ന് ആവശ്യമുണ്ട്. ഒരു സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫറൊന്ന് ഫ്രീ ആയിട്ട് എടുത്തിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ പൈസ കൊടുത്തല്ല ചെയ്യണം, ഫ്രീ ആയിട്ടാണ്. പക്ഷേ അവിടെ അപ്പുറത്തൊരു സ്റ്റുഡിയോക്കാരൻ തുറന്ന് വെച്ചിട്ട് ഇരിപ്പുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ അവൻ്റെ കഞ്ഞിയിൽ പാറ്റ കിട്ടേ. ഈ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ കാരണം എത്രയോ പേർക്ക് പണിയില്ലാതെ പോയി. ഇപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിനൊക്കെ ഇപ്പോൾ നമുക്കൊരു 10 പടം എടുക്കണം. ഇപ്പോൾ എന്താ പറയുക, ഒരു സിനിമയുടെ ഓഡീഷന് വേണ്ടി തന്നെ നമുക്കൊരു 10 പടം വേണം. അപ്പോൾ നല്ലൊരു ഫോട്ടോഗ്രാഫർ അവർ സമീപിക്കുന്നു, അവനൊരു 10-2000 രൂപ വാങ്ങിക്കുന്നു. അപ്പോൾ അവനൊരു 10-2000 കിട്ടുമ്പോൾ അവൻ്റെ ഉപജീവനമായേ. ഇതെല്ലാം കഴിഞ്ഞില്ലേ ഇപ്പോൾ. ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫറിന് ഒരു മെസ്സേജ് അയച്ചതില്ല, ചേട്ടാ ഞാൻ ഫ്രീ ആണ്, എനിക്ക് കുറച്ച് പടം ഒരു കൊളാപ്പ്. അവൻ നാളെ രാവിലെ വരുന്നു, എല്ലാം പ്ലാൻ. ഇപ്പോൾ ഈ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി എല്ലാം പ്ലാൻഡ് ആണല്ലോ. ചേട്ടാ ഞാൻ ഒരു വീഡിയോ എടുക്കുകയാണ്, നമ്മളെല്ലാം വീഡിയോ എടുക്കുന്ന കണ്ടന്റ് ഉൾപ്പെടെ പ്ലാൻ ചെയ്തിട്ടാണല്ലോ ചെയ്യണത്, അല്ലാതെ ചുമ്മാ വന്നിട്ട് ചെയ്യണമല്ലോ. അതാണ് ഇപ്പോഴത്തെ ശരിക്കും പറഞ്ഞാൽ ഇവർ ഈ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി ഇങ്ങനെയൊക്കെയുള്ള കുറേ കാരണങ്ങൾ ഒരുപാട് പേരുടെ ഓപ്പർച്യൂണിറ്റീസ് പോകും. അങ്ങനെ സംഭവിക്കുക, അല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകുന്നില്ല. ഈ ഓപ്പർച്യൂണിറ്റീൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു സംശയമുള്ളതാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ക്യാമറ റെൻറ്റിന് എടുക്കാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റി ഉണ്ട്. ശരിക്കും പ്രൊഫഷണലി ഒരു ഫോട്ടോഷൂട്ട് ചെയ്യുന്ന ഒരു വ്യക്തി അവരുടെ ക്യാമറയിൽ ഇത്രയും എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് മിനിമം 4 ലക്ഷം രൂപയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബോഡിയും ലെൻസൊക്കെ വെച്ചിട്ട് ആയിരിക്കും ഈ വർക്കിന് ഇറങ്ങുന്നത്. പക്ഷെ അതേ സമയത്ത് ജസ്റ്റ് കോളേജ് പഠിച്ചിറങ്ങിയ പിള്ളേരുണ്ടാവും, സ്കൂളിൽ ചെയ്യുന്ന പിള്ളേരുണ്ടാവും, ക്യാമറ ഒക്കെ റെൻറ്റിന് എടുത്ത് അവരും ഫോട്ടോഗ്രാഫേഴ്സ് ആണെന്ന് പറഞ്ഞ് വളരെ മിനിമൽ റേറ്റിന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറേ ആൾക്കാരെങ്കിലും നമുക്ക് ഈ സാധനം തന്നെ ഇവനാണെന്നുണ്ടെങ്കിൽ ഇത്രയും രൂപ കൊടുക്കണം, ഇയാൾക്കാണെങ്കിൽ 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞ് ശരിക്കും ആ ഒരു തൊഴിലായിട്ട് കൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടല്ലേ അത്? 100% തൊഴിലായിട്ട് കൊണ്ടു നടക്കുന്നവർക്ക് പണി തന്നെയാണ്. കാരണം ഈ ചിങ്ങത്തിന് ഈ കഴിഞ്ഞ ഈ സെപ്റ്റംബർ 8 തീയതി ഭയങ്കര മുഹൂർത്തമായിരുന്നു. അന്നൊക്കെ ഈ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളെ പിള്ളേരുണ്ട്, എനിക്കറിയുന്നുള്ള പിള്ളേരാണ്. അവരൊക്കെയാണ് അന്ന് കല്യാണം ഓർക്കാൻ ഇറങ്ങിയത്. സത്യം. അത് എപ്പോഴും ഡൗട്ടുള്ള, കാരണം ഈ ഗുരുവായൂർ അമ്പലത്തിൽ തന്നെ ഈ മുഹൂർത്തമുള്ള സമയത്ത് 100ന് മുകളിൽ കല്യാണം, ഇതിന് മാത്രം ടീമുകൾ എവിടെയൊന്നും. അതാണ് കാരണം ഇവിടെ ശരിക്കും ഫോട്ടോഗ്രാഫർമാർക്ക് അന്ന് ക്യാമറ കയ്യിൽ പിടിക്കാൻ കഴിവുള്ളവന് വർക്കാണ്. അത് നല്ലതെന്നേ ഞാൻ പറയുള്ളൂ. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കസ്റ്റമറിനൊക്കെ ഔട്ട് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും ഇവർ? ഈ കസ്റ്റമറിനൊക്കെ എങ്ങനെ ഔട്ട് കൊടുക്കും? ആ സമയത്തൊക്കെ ആയിരിക്കും കൂടുതൽ പറ്റിക്കപ്പെടുന്നതൊക്കെ അല്ലേ. പൈസ ആദ്യം ഭയങ്കര അഡ്വാൻസ്. അതാണ് ഞാൻ പറഞ്ഞത്. കസ്റ്റമർ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ക്രെഡിബിലിറ്റി ഉള്ള ആളാണോ നമ്മുടെ വർക്കിന് പറഞ്ഞത് എന്നുള്ളതാണ് കസ്റ്റമർ. അല്ലാതെ ചുമ്മാ ഇൻസ്റ്റാ പേജ് കണ്ടിട്ടൊന്നും ഫോളോ ചെയ്ത് പോകാൻ പാടില്ല. കാരണം അവൻ വിടുന്ന ആരെങ്കിലുമൊക്കെ ആയിരിക്കും. നമ്മൾ കസ്റ്റമർ ഒറ്റ കാര്യം ചിന്തിക്കാവൂ, ക്രെഡിബിലിറ്റി ഉള്ള ആളാണോ, നമുക്ക് വർക്ക് തിരിച്ച് തരാൻ കഴിവുള്ള ആളാണോ, അല്ലെങ്കിൽ കൊടുത്ത് പരിചയമുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അല്ലാതെ എല്ലാ കസ്റ്റമർ നോക്കുമ്പോൾ അവൻ്റെ പടം കൊള്ളാം, 4 ലിപ് ലോക്കിൻ്റെ പടമായിരിക്കും അവിടെ ഇട്ടേക്കണത്, അതിനൊരു 35,000 ലൈക്കും കാണും. ഈ ലൈക്കിൻ്റെയും ഷെയറിൻ്റെയും ബാക്കി പോകരുത്. നമുക്ക് ആവശ്യമാണ് നമ്മുടെ ഫംഗ്ഷൻ കൃത്യമായിട്ട് കവർ ചെയ്യണം. അതിനുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ധൈര്യമായിട്ട് കൊടുത്തു. ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പൈസ പോവും, ഉറപ്പ്. നിങ്ങളുടെ പോയില്ലേ? അത്രയേ ഉള്ളൂ. അങ്ങനെ അങ്ങ് പോകും. അല്ല, ഇപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തി, പ്രത്യേകിച്ച് ഫോട്ടോഗ്രാഫർ ആ ഫീൽഡ് ആയതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ പ്രശ്നങ്ങളായി കഴിഞ്ഞാൽ എല്ലാത്തിലും ഇടപെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും ഭീഷണികളോ അങ്ങനെയുള്ള എന്തെങ്കിലും? അതൊക്കെ ഒരു സൈഡിൽ കൂടെ വരും. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം അങ്ങനത്തെ ആയതുകൊണ്ട് അങ്ങനെ പേടിയൊന്നുമില്ല. അങ്ങനെ പേടിയൊന്നുമില്ല. വീട്ടുകാർക്കായാലും അങ്ങനെ പ്രശ്നം? വീട്ടുകാർക്ക് പേടിയൊന്നുമില്ല. അവർക്കറിയാം എവിടെ പോയാലും 4 കാലിൽ വീട് ജീവിച്ചു പോകുന്നറിയാം. അതൊക്കെ കൃത്യമായിട്ട് അറിയാം. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്കൊരു ജോലി ഇഷ്ടപ്പെട്ട് ചെയ്യുകയാണെങ്കിൽ അതൊരു ജോലിയായിട്ട് തോന്നില്ല എന്ന്. അപ്പം ഞാൻ ചേട്ടനെ ഇത്രയും സംസാരിക്കുന്നവരെ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത് സിനിമ അതൊക്കെയാണ് ചേട്ടൻ്റെ ഒരു പാഷൻ എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു അതങ്ങനെ പാഷനായിട്ടുള്ള ജോലിയായിട്ട് കൊണ്ടു നടക്കാമെന്ന്. ശരിക്കും ചേട്ടൻ്റെ പാഷൻ എന്താണ്? എൻ്റെ ശരിക്കുള്ള പാഷൻ ഞാൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ ശരിക്കുള്ള പാഷൻ. അതായത് ഇങ്ങനെ ഈ ഫോട്ടോയൊക്കെ എടുക്കാനെന്ന് ആഗ്രഹമുണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാൾക്ക്, അങ്ങനെയുള്ള ആൾക്കാർക്ക് പൈസ ഉണ്ടാവില്ല. ഇപ്പം ജെന്യുവനായിട്ട് പറഞ്ഞാൽ അച്ഛനും അമ്മയൊന്നും ഇല്ലാത്ത പാവപ്പെട്ട ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് തീരെ നിവൃത്തിയില്ലാത്തവരുണ്ടാകും, സ്വന്തമായിട്ട് വീട് പോലും ഇല്ല. അങ്ങനെയുള്ളവർക്കൊക്കെ ഫോട്ടോ എടുക്കണമെന്നും
കല്യാണത്തിന് ആൽബം ചെയ്യണമെന്നും അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളുള്ള ആൾക്കാരുണ്ട്. എനിക്ക് അങ്ങനെയുള്ളവർക്ക് ഫ്രീ ആയിട്ട് ഫോട്ടോ എടുത്ത് കൊടുക്കണം. പിന്നെ ആര് ഫോട്ടോ എടുത്ത് കൊടുക്കുക, ഇപ്പോൾ ഒരു കറുത്തൊരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മളെ ഇവിടുത്തെ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർമാർക്ക് അവരെ വേണ്ട, ഇവിടുത്തെ വലിയ സോഷ്യൽ മീഡിയ ഫോട്ടോഗ്രാഫേഴ്സ് ഒന്നും അവർക്ക് വേണ്ട, അവർക്കെല്ലാം ഗ്ലാമറുള്ള ആൾക്കാരെ മതി. എനിക്ക് ഈ എല്ലാവരും തഴഞ്ഞിരുന്ന ആൾക്കാരുടെ കുറച്ച് പടങ്ങൾ എടുത്ത് കൊടുക്കണം. പിന്നെ എന്താ പറയുക, പയ്യന്മാരെ ഈ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർമാർക്കൊന്നും വേണ്ട, പയ്യന്മാരെയൊന്നും വേണ്ട. അത് ഗ്ലാമർ ഉണ്ടെങ്കിലും വേണ്ട, ഇല്ലെങ്കിലും വേണ്ട, പയ്യന്മാരൊന്നും ആർക്കും, ആണുങ്ങളെന്ന് പറഞ്ഞ വർഗത്തിന് ഒരു ഫോട്ടോഗ്രാഫർമാർക്കും ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിനും വേണ്ട. പക്ഷേ എനിക്ക് അങ്ങനെയുള്ള പയ്യന്മാരെ ഫോട്ടോകൾ ഒക്കെ എടുത്ത് കൊടുക്കണം, ചേട്ടന്മാരെ ഫോട്ടോ, അങ്ങനെ എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടം. കാരണം വെച്ചാൽ നമ്മളെന്ത് പറയുക, നമ്മൾ ഈ സമൂഹത്തിൽ ആർക്കും വേണ്ടാത്തവരെ നമുക്ക് വേണം, അങ്ങനത്തെ നന്മപരം കളിയല്ല. നമ്മളെക്കൊണ്ട് പറ്റണം, നമ്മളെ കണ്ണിൽ കാണുന്നത്. ഇപ്പോൾ എന്താ പറയുക, ചില ആൾക്കാർക്ക് നമുക്ക് അവർ ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവും ഒരു ഫോട്ടോ എടുത്താൽ കൊള്ളാമെന്ന്, അങ്ങനെയുള്ളവർക്ക് നമ്മൾ എടുത്ത് കൊടുക്കണം. ഇപ്പോൾ സാമ്പത്തികമായിട്ട് തീരെ നിവൃത്തിയില്ലാത്ത ഒരാൾ വന്ന് പറയണം, ചേട്ടാ എനിക്ക് കല്യാണത്തിന് ഫോട്ടോ എടുക്കണം, എൻ്റെ കയ്യിൽ നിവൃത്തിയില്ലെന്ന് പറഞ്ഞാൽ ഞാൻ എടുത്ത് കൊടുക്കും. ഇങ്ങനെ പക്ഷേ അപ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിൽ വരുമാനം വേണം. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉള്ള വലിയ കല്യാണങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ലാഭത്തിൻ്റെ ഒരു വിഹിതം എടുത്തിട്ട്, ഇപ്പോൾ എന്താ പറയുക, എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് 1,00,000 രൂപയുടെ ഞാൻ ജോലി ചെയ്യുമ്പോൾ 10,000 രൂപ മാറ്റി വെച്ചിട്ട് അത് പാവപ്പെട്ട ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ നിർദ്ധരായിട്ടുള്ള ആൾക്കാർക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം. കാരണം എനിക്ക് ചെയ്തു കൊടുക്കാൻ പറഞ്ഞ സേവനം അതൊക്കെയുള്ളൂ. കാരണം ഒരു ദിവസം എനിക്ക് എൻ്റെ സേവനമാണ് ഞാൻ ചെയ്യുന്നത്, അല്ലാണ്ട് അവരുടെ 5 പൈസ വാങ്ങിക്കാതെ എനിക്കൊരു ആൽബം ചെയ്ത് കൊടുക്കണം അവർക്ക്. അങ്ങനെയൊക്കെയുള്ള കുറച്ച് രസമായിട്ടുള്ള പരിപാടികൾ. കാരണം അതുകൊണ്ട് നമുക്ക് എന്താണ് സാറ്റിസ്ഫാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ഈ അടുത്തിടെ എൻ്റെ നാട്ടിലെ അസോസിയേഷൻ്റെ പ്രോഗ്രാമിന് 6 വർഷം മുമ്പ് ഭരിച്ചു എൻ്റെ പപ്പയുടെ പേരിലൊരു ആദരവ് എനിക്ക് കിട്ടി. അപ്പോൾ അതുപോലെ ഞാൻ ഇവിടുന്ന് മരിച്ചു പോയതിന് ശേഷം ഒരു 10 വർഷം കഴിയുമ്പം എൻ്റെ മക്കളെ അടുത്ത് ആരെങ്കിലുമൊക്കെ പറയണം, എടി നിൻ്റെ അച്ഛൻ പണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു എന്ന് എൻ്റെ മക്കളെ മുഖത്ത് നോക്കി പറയണം. അവരത് സന്തോഷിക്കണം. നമ്മളിവിടെ ജീവിച്ചിരിക്കുമ്പോഴേ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ട് പോകണം, നമ്മൾ മരിച്ചതിന് ശേഷം ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട്. ഇതാണ് എൻ്റെ പാഷൻ. ഇനി നമുക്ക് വലിയ നാളൊന്നും ഇല്ലല്ലോ, കുറച്ചൊക്കെ ഇല്ല. അല്ല, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ, എനിക്കിഷ്ടമല്ലായിരുന്നു ഫോട്ടോ ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കുന്നത്. എനിക്കിഷ്ടമല്ലായിരുന്നു, ഭയങ്കര ചമ്മലായിരുന്നു, ഭയങ്കര കോംപ്ലക്സും ആയിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ടാണ് ശരിക്കും എന്നെ ക്യാമറയുടെ, പണ്ടൊക്കെ സ്കൂൾ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ എല്ലാവരും നേരെ നോക്കിയാൽ ഞാൻ ഇങ്ങോട്ട് നോക്കിയിട്ട് ഇരിക്കുള്ളൂ. എനിക്ക് അത്രയ്ക്കും ഇഷ്ടമല്ലാത്തൊരു കാര്യമായിരുന്നു. അവനാണ് ആക്ച്വലി എനിക്ക് ഫോട്ടോൻ്റെ ക്യാമറയുടെ ഫ്രണ്ടിൽ വരാനായിട്ടൊരു കോൺഫിഡൻസ് വന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് നിസ്സാരമായിട്ട് തോന്നുന്നതായിരിക്കും ചിലപ്പോൾ വേറൊരാളുടെ ലൈഫിൽ അത്രയും ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ പറ്റുന്നത്. അപ്പോൾ അതിനെ കണക്ട് ചെയ്തിട്ട് വേറൊരു കാര്യം കൂടി ചോദിക്കാം. ഇപ്പോൾ ഫോട്ടോഗ്രാഫി ഫീൽഡ് ഇഷ്ടപ്പെടുന്ന, അതിനോട് പാഷനുള്ള ഒരുപാട് വ്യക്തികളുണ്ടാവും. അപ്പോൾ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തി എന്നുള്ള നിലയിൽ അവർക്ക് എന്താണ് ഒരു ഉപദേശം കൊടുക്കാനുള്ളത്? അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിലേക്ക് വരുമ്പോൾ, ഫിലിം ഫീൽഡായാലും വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി ഫീൽഡായാലും വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കൂടി പറയാമോ? മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എല്ലാവരും പറയും പോലെ ഫോട്ടോഗ്രാഫി ഇതൊരു പാഷനായിട്ട് കൊണ്ട് നടക്കാതിരിക്കുക. ഈ പാഷൻ എന്ന് പറയുന്നത് ചുമ്മാ ഇരിക്കുമ്പോൾ ചെയ്യാനുള്ള പരിപാടിയാണ്. ജോലി എന്ന് പറയുന്നത് നമുക്ക് ഇതുകൊണ്ട് നമ്മുടെ ലൈഫ് ഉണ്ടാക്കുന്ന പരിപാടി, ലൈഫ് കെട്ടിപ്പടുക്കുന്ന പരിപാടിയാണ്. സാമ്പത്തികം വേണം, സാമ്പത്തികമാണ് എല്ലാത്തിൻ്റെയും ബേസ്. സാമ്പത്തികം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജോലിയായിട്ട് തന്നെ കാണണം. പാഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നത് പാഷൻ, അത് രസം. പക്ഷേ നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ടാണ് നമ്മൾ ജോലി ചെയ്യണമെങ്കിൽ അതിൻ്റെ പേര് ജോലി എന്ന്. അത് ആത്മാർത്ഥത ജോലിയിൽ 100% കാണിക്കണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടുള്ളൂ, ജീവിതത്തിൽ രക്ഷപ്പെടുള്ളൂ. അപ്പം ഈ പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ചേട്ടാ എനിക്കിത് ഭയങ്കര പാഷനാണെന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ടില്ല, തംസ പിടിച്ചങ്ങ് വിടും. പക്ഷേ ചേട്ടാ എനിക്ക് ചേട്ടനോട് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ എനിക്കിത് ജോലിയായിട്ട് ചെയ്യണം ചേട്ടാ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയും, എടാ ഞാൻ നമ്പർ കൊടുക്കും, നീ ഇടയ്ക്ക് വിളിച്ചോ എന്ന് പറയും. കാരണം ജോലിയായിട്ട് ചെയ്യാൻ പറഞ്ഞവൻ രക്ഷപ്പെടും ജീവിതത്തിൽ. പാഷനായിട്ട് പറഞ്ഞവൻ രക്ഷപ്പെടുന്നില്ല. അവൻ 5 ദിവസം കഴിയുമ്പോൾ അവൻ്റെ പാഷൻ കഴിയുമ്പോൾ അവൻ കളഞ്ഞിട്ട് പോകും. പക്ഷേ ജോലി എന്ന് പറഞ്ഞവൻ ലൈഫ് ടൈം അവൻ്റെ മനസ്സിനകത്തൊരു തീരുമാനം എടുത്തിട്ടുണ്ടാവും, ഇതാണ് എൻ്റെ ജോലി എന്ന് പറഞ്ഞിട്ട്. മറ്റവൻ അതല്ല, അവൻ കുറച്ച് സമയം കളഞ്ഞിട്ട് പോകും. അടുത്ത പാഷൻ്റെ വേഗം പോകും. അവൻ ചേർക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 5-6 പെമ്പിള്ളേർ, ഗ്ലാമർ ലോകം, എല്ലാ ഫോട്ടോഗ്രാഫർമാരും അല്ല, ഈ ഫോട്ടോഗ്രാഫിയിൽ പറയുമ്പോൾ എല്ലാവരും ഒരു ധാരണയുണ്ട്, ഒരുപാട് പൂങ്കാവനത്തിൽ ആയിരിക്കും നമ്മൾ നിൽക്കുന്നതൊക്കെ. ഒന്നുമല്ല, നമ്മളിവിടെ വേറെയാണ്. നമ്മളിവിടെ നിന്ന് ജോലിയായിട്ട് നിൽക്കുമ്പോൾ ഇനിയിപ്പോൾ എന്ത് പറയുക, ഐശ്വര്യറായി നമ്മുടെ ഫ്രണ്ടിൽ വന്നാലും നമ്മുടെ ഫ്രണ്ടിൽ അവർ വേറെ ഒരു ക്ലയൻറ്റ് മാത്രം. അതിനപ്പുറം നമ്മൾക്ക് അവരൊന്നുമല്ല, അവർ നമ്മളെ ക്ലയൻറ്റ് അത്രയേ ഉള്ളൂ. അതിനപ്പുറം ഒരു സംഭവമില്ല. കാരണം ദൈവത്തിൻ്റെ കാര്യം കൊണ്ട് ഒരുവിധപ്പെട്ട എല്ലാ സെലിബ്രിറ്റീസിൻ്റെ ഫോട്ടോ എടുക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അവരൊക്കെ നമ്മളെ ഫ്രണ്ടിൽ നിൽക്കുമ്പം ഒരു ജസ്റ്റ് ക്ലയൻറ്റ്. എനിക്കിപ്പോൾ നിങ്ങളെ ഫ്രണ്ടിൽ എങ്ങനെ ഞാൻ ഇരിക്കണം അതുപോലെയൊക്കെ തന്നെ എനിക്ക് അവരെ ഫ്രണ്ടിൽ, അല്ലാതെ എനിക്ക് ഒരു വലിയ സംഭവമാണ് നമുക്ക് അങ്ങനെ തോന്നില്ല. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മളൊരിക്കലും ഒരു ഫോട്ടോഗ്രാഫറല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വെച്ചാൽ നിങ്ങൾ വളരെ ഫ്രീ ആയിട്ട് വന്ന് വർക്ക് ചെയ്യും. ഇത് നല്ലൊരു
നല്ലൊരു തൊഴിൽ മേഖലയാണ് ഇത്. പക്ഷേ ഇവിടെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യണം. ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കിട്ടും. അല്ലാണ്ട് ഇതൊരു പാഷനാണ്, ഇതൊരു ഭയങ്കര ഗ്ലാമറുള്ള സംഭവമാണ് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു കോപ്പം ഉണ്ടാക്കാൻ പറ്റില്ല. ഇത് വന്നു കഴിഞ്ഞാൽ ജോലി 10 പൈസ ഉണ്ടാക്കുക, ഫാമിലി സെറ്റാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിൽ വന്നാൽ ഇത് നല്ല പരിപാടിയാണ്. പിന്നെ ഈ പറഞ്ഞ നമ്മൾ ആരെങ്കിലുമൊക്കെ എക്സ്പോസിങ്ങിന് വിളിച്ചിട്ട് എനിക്ക് പറയാനുള്ള ഒരു മെയിൻ ഉപദേശം എന്ന് വെച്ചാൽ നമ്മൾ ആരെങ്കിലും വർക്കിന് വിടണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവർക്ക് പൈസ കൊടുക്കുക. അല്ലാതെ അവരെ കണ്ണീര് നമുക്ക് വേണ്ട, അവരുടെ വേർപ്പ് നമ്മൾ തിന്നുകയും ചെയ്യരുത്. കൃത്യമായിട്ട് അവൻ ജോലി ചെയ്യണം, പൈസ കൃത്യമായിട്ട് കൊടുക്കണം. എല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പോസിങ് വിളിക്കാതിരിക്കുക. ഇപ്പോൾ എല്ലാവരും ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പോസിങ്ങിന് വിളിക്കും, പൈസ കൊടുക്കില്ല. സത്യമല്ലേ? എന്നിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് പകുതി പൈസ കൊടുക്കും, എന്നിട്ട് നിൻ്റെ പടം അയ്യോ എന്ന് പറയും. പല നല്ല ഫോട്ടോഗ്രാഫർമാർ പിള്ളേരെയും മനസ്സ് മടിച്ചു പോവും. നല്ല വർക്ക് ചെയ്യണ പിള്ളേരൊക്കെ മനസ്സ് മടിച്ചു പോകും. കാരണം 10,000 രൂപ 8,000 രൂപയ്ക്കാണ് ഇപ്പോൾ എക്സ്പോസിങ് വാങ്ങണം എല്ലാവരും. ഈ 8,000 രൂപ എക്സ്പോസിങ് വാങ്ങണവന് ഒരു മാസം കഴിഞ്ഞിട്ട് 4,000 രൂപ കൊടുക്കുമ്പോൾ അവസരം എന്നിട്ട് പറയും നിൻ്റെ പടമൊന്നും പോരെന്ന് പറയും. അപ്പോൾ അതോടുകൂടെ ഈ പരിപാടി മതിയൊക്കെ വീട്ടിൽ പോകും. അവൻ ഈ പണിയെ മതിച്ചിട്ട് പോകും. അങ്ങനെ ആരെയും വെറുപ്പിക്കരുത്. ജോലി ചെയ്താൽ വൈകുന്നേരം അവൻ വീടെത്തുന്നതിന് മുമ്പ് അവൻ്റെ അക്കൗണ്ടിൽ പൈസ വേണം, ഇല്ലെങ്കിൽ അവനെ വിളിക്കരുത്. ഇതാണ് എനിക്ക് ഫോട്ടോഗ്രാഫർമാരോടും പുതിയതായിട്ട് പറഞ്ഞവരോടും പറയാനുള്ള ഏറ്റവും വലിയ അഡ്വൈസ്. എന്തായാലും ഇത്രയും നേരം നമ്മൾ സംസാരിച്ചതിൽ അധികം ആരും പറഞ്ഞിട്ടില്ലാത്ത, എന്നാൽ കുറേ ആൾക്കാർക്ക് കേൾക്കണം, അവരുടെ ഭാഗം പറയണം എന്ന് ആഗ്രഹമുള്ള ഒരുപാട് പോയിന്റ്സ് നമ്മൾ കവർ ചെയ്തു. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഈ ഒരു ടേണിംഗ് പോയിന്റ് എൻ്റെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. ഞാൻ ആലോചിക്കാത്ത കുറേ കാര്യങ്ങളൊക്കെ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഇത്ര നേരം സംസാരിച്ചതിനും ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്തതിനും എല്ലാത്തിനും. അപ്പോൾ ഡ്രീംസ് എല്ലാം നല്ല രീതിക്ക് തന്നെ നടക്കട്ടെ, വിചാരിച്ച പാഷൻ ഫോളോ ചെയ്യാൻ പറ്റട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു.